ആധുനിക കാലം കണ്ട ഏറ്റവും മഹാനായ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ ഒരാളായ പരമഹംസ യോഗാനന്ദയുടെ ആത്മകഥയാണ് ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം. ഇംഗ്ലീഷിൽ ഈ പുസ്തകം ആൻ ആട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്നറിയപ്പെടുന്നു. 1893 ജനുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ഒരു ബംഗാളി ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച ശ്രീ മുകുന്ദലാൽ ഘോഷ് ഭാരതീയ യോഗിവര്യന്മാരിൽ പ്രമുഖനായ ശ്രീ യുക്തേശ്വർജിയുടെ ശിഷ്യനായി. അദ്ദേഹത്തിൽ നിന്ന് യോഗദീക്ഷ നേടി പരമഹംസ യോഗാനന്ദൻ എന്ന പേര് സ്വീകരിച്ച് ലോകസേവനം ചെയ്ത് അന്താരാഷ്ട്ര പ്രശസ്തനായി മാറി. മനുഷ്യൻ്റെ ബോധസത്തയുടെ സൗന്ദര്യവും ശ്രേഷ്ഠതയും യഥാർത്ഥ ദൈവികതയും സാക്ഷാത്കരിക്കുവാനും തങ്ങളുടെ ജീവിതത്തിൽ അവ സ്പഷ്ടമായി പകർത്തുവാനും വിവിധ വർഗ ഗോത്ര മതവിശ്വാസികളായ ആളുകളെ സഹായിക്കുന്നതിന് അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ശ്രീ പരമഹംസ യോഗാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ: 1. ദൈവം എല്ലാ അറിവുകൾക്കും അപ്പുറമാണ്. ഉള്ളിലും പുറത്തും ആ ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ഈശ്വരൻ്റെ സ്വപ്നമാണ് ഈ പ്രപഞ്ചം. ഓരോ അണുവും നക്ഷത്രവും അവിടുത്തെ ബോധത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നു. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് ജീവിതവുമായുള്ള നമ്മുടെ ഐക്യം സാക്ഷാത്കരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. 2. വ്യക്തമായ പദ്ധതിയിലൂടെ പ്രാണശക്തി ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിക്കുകയും ആത്മീയ നേതൃത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടുത്തെ ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് ധ്യാനം. 3. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മെച്ചപ്പെടും. കാരണം ഊർജത്തെ നിയന്ത്രിക്കുക എന്നത് എല്ലാ വസ്തുക്കളുടെയും നിയന്ത്രണം നേടുക എന്നതാണ്. ഈ നിയന്ത്രണം നേടാൻ വേണ്ടി ക്രിയായോഗയുടെയും എനർജൈസേഷൻ വ്യായാമങ്ങളുടെയും സാങ്കേതിക വിദ്യകൾ യോഗാനന്ദ പഠിപ്പിച്ചു. ഇവ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് റാഞ്ചി ആശ്രമവുമായി ബന്ധപ്പെടാൻ കഴിയും. പാഠങ്ങൾ ഇംഗ്ലീഷിലാണ് ലഭ്യമാവുക. യഥാർത്ഥ ബലിപീഠം ഒരു പള്ളിയിലല്ല, മറിച്ച് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയിലാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു. 4. ഓരോ ചിന്തയും വികാരവും പ്രവർത്തനവും നമ്മിലേക്ക് മടങ്ങി വരാൻ വിധിക്കപ്പെട്ട ഒരു ഊർജ്ജ തരംഗത്തെ സൃഷ്ടിക്കുന്നു. നാം നൽകുന്നത് പോലെ നമുക്കും ലഭിക്കും. നമ്മുടെ സ്വന്തം മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു. ഈ കർമ്മചക്രത്തിൽ നിന്നും സ്വയം മോചിപ്പിക്കാനുള്ള ജീവിതമാർഗം സ്വീകരിക്കുക. നമ്മുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക. ഏക മനസ്സോടും സന്തോഷത്തോടും സ്വയം അലിയുക എന്നതാണ് യഥാർത്ഥ ക്രിയായോഗം. 5. ഓരോ വ്യക്തിയിലും പ്രവർത്തനത്തിലും ദൈവത്തെ കാണാൻ മനുഷ്യനെ സഹായിക്കുക എന്നതായിരുന്നു യോഗാനന്ദയുടെ ദൗത്യം. മുൻകാലങ്ങളിൽ ഉണ്മയെ തേടുന്നവർ ലൗകിക ജീവിതം ഒഴിവാക്കി ഗുഹകളിലേക്കോ വനങ്ങളിലേക്കോ പിൻവാങ്ങി തപസ് അനുഷ്ഠിച്ച് നേടിയ ജ്ഞാനം സ്വന്തം വീട്ടിലിരുന്ന് നേടാമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. 6. ജീവിതകാലം മുഴുവൻ നമ്മെ സന്തോഷിപ്പിക്കുന്ന അവസ്ഥയാണ് ധ്യാനത്തിലൂടെ നേടുന്നത്. ആദ്യം സന്തോഷം നേടുന്നത് അലസതയിലും ഇന്ദ്രിയതയിലുമാണ്. പിന്നെ ധനം കേന്ദ്രീകരിച്ചുള്ള സ്വത്തുക്കളിലും അധികാരത്തിലുമാണ്. ക്രമേണ ഇത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പരോപകാരമായ ആഗ്രഹമായി പരിണമിക്കുന്നു. ഒടുവിൽ സ്വയം സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹം. അത് എല്ലായ്പ്പോഴും നാം അന്വേഷിച്ച സന്തോഷത്തെ നൽകുന്നു. 7. ലോകത്തിലുള്ള ആത്മീയ സമൂഹങ്ങൾ ഈശ്വരനെയും അതിലൂടെ ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്നു. പരമഹംസ യോഗാനന്ദയുടെ വിപ്ലവകരമായ പഠനങ്ങൾ മനുഷ്യർക്ക് സാംസ്കാരികവുമായും വ്യക്തിപരവുമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നു. അദ്ദേഹം പഠിപ്പിച്ച ഈ 7 പോയിന്റുകളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ ഉപരിതലത്തിൽ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ. ഭാരതത്തിൻ്റെ പുരാതന ക്രിയാമാർഗമായ ക്രിയായോഗം ലോകമാകെ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു യോഗാനന്ദയുടെ ദിവ്യ ദൗത്യമെന്ന് ഗുരുവായ ശ്രീ യുക്തേശ്വരൻ പ്രവചിച്ചിരുന്നു. ബോസ്റ്റണിലെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഓഫ് റിലീജിയസ് ലിബറൽസിൻ്റെ പ്രതിനിധിയായി സേവനമനുഷ്ഠിക്കാനുള്ള ക്ഷണം സ്വീകരിച്ച് 1920 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. വശ്യമായ ആർജവവും നിഷ്കപടതയും വാക്ചാതുര്യവും ഫലിതവും കൊണ്ട് ആവേശം പകരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം യോഗാനന്ദൻ വർണ്ണിക്കുന്നു. തൻ്റെ ശ്രദ്ധേയമായ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, പ്രബുദ്ധനായ ഒരു ഗുരുവിനെ തേടി നടക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയ നിരവധി പുണ്യപുരുഷരും സാധുക്കളുമായുള്ള സമാഗമങ്ങൾ,
ഈശ്വര സാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ ആശ്രമത്തിലെ 10 കൊല്ലത്തെ പരിശീലനം ലോകത്താകമാനമുള്ള സത്യാന്വേഷികൾക്ക് ആത്മീയാചാര്യൻ എന്ന നിലയിൽ ജീവിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത അനേകം വർഷങ്ങൾ ഇവരുടെ അനുഭവങ്ങൾ ആണ് ഇതിൽ. രമണ മഹർഷി, അനന്തമയിമ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ദിവ്യ ശിഷ്യനായ മാസ്റ്റർ മഹാശയൻ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, ജഗദീഷ് ചന്ദ്ര ബോസ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൗഢഗംഭീരവും ഉത്കൃഷ്ടവുമായ ഗ്രന്ഥം 26 ഭാഷകളിലേക്കായി ഇതിനകം വിവർത്തനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കലാശാലകളിലും സർവകലാശാലകളിലും പാഠപുസ്തകവും പ്രമാണ ഗ്രന്ഥവുമായി ഇത് പരക്കെ ഉപയോഗിക്കപ്പെടുന്നു. ഒരു ജീവിതകാലത്ത് വായിക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല പുസ്തകമായി ഒരു യോഗിയുടെ ആത്മകഥയെ ആയിരക്കണക്കിന് വായനക്കാർ പ്രഖ്യാപിക്കുന്നു.